ട്രാവൻകൂട് ഷാപ്പ്, നമ്മുടെ ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, സൗബിൻ ഷായറൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഏറ്റവും പുതിയ ചിത്രം. അൻവർ റഷീദാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പുതുമുഖ സംവിധായകനായ ശ്രീരാജാണ് എൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. എൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് ആദ്യം ഇത് കാണാം. സോറി, ഇവിടെ ഒരു മരം വെട്ടുന്നത് കൊണ്ട് കുറച്ച് നോയ്സ് പ്രശ്നം ഉണ്ടാവും. സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കും, ക്ഷമിക്കുക. തുടക്കം തന്നെ ഡാർക്കാണല്ലോ. ചെമ്പൻ വിഷ്ണുജി ഷൈജു കാലത്ത് കിട്ടില്ല. എൻ്റെ ടെക്നീഷ്യൻസ് എല്ലാം കിടിലം ടീമാണല്ലോ. സത്യമായിട്ട് ഒരു ഹോളിവുഡ് മോഡുണ്ട്. റെഫറൻസ് കമ്മിങ് സൂൺ, ട്രാവൻകൂട് ഷാപ്പ്. കിടിലൻ ട്രെയിലർ, ഒരു വിഷയം കിടിലൻ എന്ന് തന്നെ പറയണം. കാര്യം എന്ന് വെച്ചാൽ ആദ്യം എടുത്ത് പറയേണ്ടത് ശ്രീരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് സിനിമയാണ്. പക്ഷേ പുള്ളിക്കാരൻ ചെയ്തൊരു ഷോർട്ട് ഫിലിം ആക്ച്വലി ഒരു ബേസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ബേസിലാണ് ഞാനത് കണ്ടത്. തൂമ്പ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിമുണ്ട്. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അത് ഇച്ചിരി ഡാർക്കാണ് ആ ഒരു സബ്ജക്റ്റ്. ഡാർക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു നോക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും വിഷ്വലും ഒക്കെ അവർ ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട്, അത് കിടലിനാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറാണ് ഇതിന് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ബേസിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ കഥ കൊണ്ട് പറയുന്ന സമയത്ത് ഈ ഒരു ഷോർട്ട് ഫിലിം പുള്ളിയെ കാണിച്ചിട്ടുണ്ടെന്ന്. അത് വെച്ചിട്ട് ആ ഒരു വൈബാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഒരു ക്രൈം, അത് ആരാണെന്നുള്ള ഒരു മിസ്റ്ററി സോൾവിങ് ആണ് ഇതിനകത്ത്. പിന്നെ ബേസിനെ പറ്റി ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ കറൻ്റ്ലി ഉള്ള എന്താ പറയുക, ഒരു 100% നമുക്ക് വിശ്വസിച്ച് തിയേറ്ററിൽ കയറാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ബേസിൽ എന്ന് പറയുന്നത്. നമുക്ക് പുള്ളിക്കാരനാണ് ഇപ്പോഴത്തെ കറണ്ട് ഒരു ജനപ്രിയ നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ചൂസ് ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും ഒരു വ്യത്യസ്തതയുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ സൂക്ഷ്മദർശിനി ആണെങ്കിൽ പോലും അറിയാം, ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടൊന്നുമല്ല അദ്ദേഹം അത് ചൂസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ആ ഒരു അദ്ദേഹത്തിനെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ആ ഒരു സാധനം തന്നെ ആയിരിക്കും ഇതിനകത്തും വരുന്നത്. ബട്ട് നമുക്കൊരിക്കലും പുള്ളിയുടെ ഒരു അഭിനയം, പുള്ളിയുടെ ഒരു സാധനം നമുക്ക് ബോറടിക്കില്ല. ഒരു ഓൾമോസ്റ്റ് ചിലപ്പം സെയിം ടിപ്പിക്കൽ സാധനമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരിക്കലും അടിക്കില്ല. ഒരു പെർഫോമറാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് ഈ ഒരു സിനിമയിലും കാണാം. പിന്നെ ചെമ്പൻ വിനോദും സൗബിൻ ഷായർ, ഇവർ രണ്ടുപേരും അറിയാവുന്നതാണ്, കിടിലാണ്. പിന്നെ ഒരുപാട് പുതുമുഖങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയിലുണ്ട്. അതിൻ്റെ എഡിറ്ററും എനിക്ക് തോന്നുന്നു പുതുമുഖമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ വിഷ്ണുവിനെയാണ് എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കും വേറെ ലെവലാണ്. പിന്നെ എൻ്റെ ഓഡിയോ അതും ഒരു വിഷ്ണു ഗോവിന്ദ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല, സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അദ്ദേഹമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഷൈജു കാലിത്ത്. പിന്നെ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, വേറെ ലെവലായിരിക്കും വിഷ്വൽസ്. ട്രെയിലർ തന്നെ കണ്ടിട്ടുണ്ട്, മനസ്സിലാവും. വിഷ്വൽസിനൊരു എന്താ പറയുക, ഒരു
അത്രയും ഒരു മിസ്റ്ററി നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സാധനമാണ്. ചെറിയൊരു സ്പേസ് ആയിരിക്കും, ഒരു മോസ്റ്റ്ലി ഒരു 80% കഥ നടക്കുന്നത് ആ ഒരു ഷാപ്പോതിനകത്തുമായിരിക്കും. സോ അദ്ദേഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ വിഷ്വൽസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ സാധനങ്ങൾ വരാറുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു പടവും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് വർക്കായിരിക്കും. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പടം ആ ഒരു സംവിധായകനെ കൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ബേസിൽ ഈ ഒരു പടം അത് വലിയൊരു വിജയമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബിക്കോസ് ബേസിൽ ചൂസ് ചെയ്യുന്ന പടങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഇതുവരെ അതിനൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഇതും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. ട്രെയിലർ കൊള്ളാം. അതിൻ്റെ ഒരു മിസ്റ്ററി കംപ്ലീറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു ട്രെയിലർ കട്ടും വന്നിരിക്കുന്നത്. നമുക്ക് എന്താണെന്നൊരു ഒരു സൂചന വന്നിട്ടുണ്ട്. ബട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും തിയേറ്ററിൽ വന്ന് അനുഭവിച്ചറിയുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക.